ലാൽകുമാർ, നിയമപരമായി ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നു. പടക്കം പൊട്ടിക്കൽ നടന്നു എന്നാണ് ഡോക്ടർ പി കെ ഗോപൻ പറയുന്നത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അപ്പോൾ അങ്ങനെയൊക്കെ വിജയവും ആശ്വാസവും ഒക്കെ കോൺഗ്രസിൻ്റെ ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നിയമ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. ഇത് എന്ത് നിയമപരമായ പ്രതിരോധമാണ് അവർ ഉയർത്തുന്നത്? എന്ത് നിയമപരമായ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുക? അല്ല, ഇവിടെ വന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ ഇപ്പം കർണാടകത്തിലുണ്ടോ ഇല്ലയോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ. കർണാടകത്തിലുണ്ടോ ഇല്ലയോ എങ്ങനെ ഉറപ്പിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമ്മളെല്ലാവരുടെയും നമ്മുടെ മുന്നിലിരിക്കുന്ന ഇൻഫർമേഷൻ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കൂ, കൈരളി മാത്രമല്ല കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഏഷ്യാനെറ്റ് അടക്കുന്ന നിങ്ങൾ പറയുന്ന ഇംപാർഷ്യൽ എന്ന് വിളിക്കുന്ന മാധ്യമപ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങൾ പറയുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ബാംഗ്ലൂരിൽ കൊണ്ടുവിട്ട ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇങ്ങനൊരു വാർത്തയുണ്ട്, ഇല്ലാതില്ല. ഈ പറയുന്ന കർണാടകത്തിൽ വെച്ചാണ് അവസാനമായി അദ്ദേഹത്തിൻ്റെ ഫോൺ ഓണായത്. ഇപ്പോൾ ഫോൺ ഓണായത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് ഈ നാട്ടിലിപ്പോൾ. അദ്ദേഹം ഇതിനു മുമ്പ് ഓണായ സമയത്തും അദ്ദേഹം കർണാടകത്തിൽ തന്നെ ആയിരുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അല്ല എങ്കിൽ ഈ പറയുന്നതിനെ വിപരീതമായി എവിഡൻസ് നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ പറയുന്നതിന് ന്യായമുണ്ട്. നമ്മുടെ മുന്നിൽ ഈ പറയുന്ന ടെലിഫോൺ ഓണായതും ഈ പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. അത് മാത്രമേ വിശ്വസിക്കാൻ തരവുള്ളൂ. അല്ലാതെ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു ഇതാണ് നമ്മുടെ എവിഡൻസ്, നിങ്ങൾ തീരുമാനിച്ചോളൂ, ഇഷ്ടമുള്ള തീരുമാനിച്ചു. ഇപ്പോൾ കോടതിയിൽ വന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തതിൽ രാഷ്ട്രീയമില്ലേ? അങ്ങനല്ല, KPCC പ്രസിഡന്റ് കൊടുത്തതിന് രാഷ്ട്രീയമില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയിലേക്ക് പരാതി കൊടുക്കുന്നതിന് രാഷ്ട്രീയമൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അത് പറഞ്ഞത് തെറ്റാണ്. ഇവിടെ നോക്കൂ, ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യുമ്പം അല്ലെങ്കിൽ ദ പെറ്റീഷണർ ഈസ് ആൻറ്റിസിപ്പേറ്റിംഗ് ആൻ അറസ്റ്റ്. അത് അറസ്റ്റ് ചെയ്ത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് ഇവിടുത്തെ അതിൽ കൂടുതലായിട്ട് കേസിൻ്റെ മെറിറ്റിലേക്ക്, കേസിൻ്റെ എവിഡൻസിൻ്റെ ഒരു വെയിങ് സ്കെയിലെ വെച്ച് അളന്നിട്ടല്ല ഒരിക്കലും കോടതി ഈ പറയുന്ന ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ കാര്യം നടക്കുന്നത്. പ്രാഥമികമായ കുറേ കാര്യങ്ങൾ നോക്കും. ഒരു മേർഡർ കേസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്പാരൻ്റ് ആയിട്ടുള്ള ഒരു റേപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, ഇത് ക്ലിയർ കേസാണ്, അപ്പോഴേ പോകും. ഇവിടെ എവിഡൻസ് കൃത്യമായി വരേണ്ട, എവിഡൻസ് സ്റ്റേജിലേക്കൊന്നും നമ്മൾ ഒരു ട്രയലിലേക്ക് സ്റ്റേജോ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതോ പോയിന്റിലേക്കോ പോലും എത്തിയിട്ടില്ല. അതിനൊക്കെ എത്രയോ മുമ്പ് ഇൻവെസ്റ്റിഗേഷൻ പോലും നടന്നിട്ടില്ല. അതിനൊക്കെ എത്രയോ മുമ്പിലുള്ള ഒരു പ്രോസസ്സിലാണ് നിൽക്കുന്നത്. ആ ഇൻവെസ്റ്റിഗേഷൻ പോലും നടക്കുന്നതിന് മുമ്പ് ഇയാൾക്കെതിരെ ഒരുപാട് എവിഡൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ എവിഡൻസ് ഞാൻ കണ്ടിട്ടില്ല. കോടതിയിൽ വാദിക്കുന്ന കാര്യത്തിൽ ഇപ്പം നോക്കൂ, സെഷൻസിൽ വന്നു കഴിഞ്ഞപ്പം സെഷൻസ് ജാമ്യം കൊടുക്കാത്ത രീതിയിലുള്ള ഈ പറയുന്ന മെഡിക്കൽ എവിഡൻസ് ഫീറ്റസൈഡുമായിട്ട് അബോർഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ കോടതി തന്നെ വിലയിരുത്തിയത്. ഇതിൻ്റെ വിഷയം ഹൈക്കോടതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഹൈക്കോടതി ഇപ്പോൾ അയാളുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ മെറിറ്റിലേക്ക് കോടതി കയറിയിട്ടില്ല, പിന്നീടേ വരത്തുള്ളൂ. അറസ്റ്റ് വേണ്ടോ എന്നുള്ള ചോദ്യം മാത്രമേ വേണ്ടുള്ളൂ. ഇയാൾ തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതിനെക്കുറിച്ചും ഒന്നും കോടതിയുടെ പരിഗണനയിലേക്കേ വന്നിട്ടില്ല. ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന അറസ്റ്റ് ചെയ്യുന്നതിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് വഴി എല്ലാം കണ്ടോണ്ടായി, അയാൾ ചെയ്ത എല്ലാം കണ്ടോണ്ടായി എന്നുള്ളൊരു വിലയിരുത്തൽ അറിയില്ല എന്ന് മാത്രമേ അതിനകത്ത് നമുക്ക് പറയാൻ കഴിയൂ. അല്ല, മുൻകൂർ ജാമ്യം കൊടുത്തു എന്നിരിക്കട്ടെ, ഇപ്പം സെഷൻസ് കോടതി തന്നെ മുൻകൂർ ജാമ്യം കൊടുത്തു എന്നിരിക്കട്ടെ, അങ്ങനെയാണല്ലോ നമുക്ക് പറയാൻ പറ്റുന്നത്. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുന്നു, അതിന് സ്റ്റേറ്റ് ഹൈക്കോടതിയിലേക്ക് എടുക്കുന്നു. ഈ പറയുന്ന ആ ഡിസിഷനെ, സെഷൻസ് കോടതിയുടെ ഡിസിഷനെ കൺകർ ചെയ്യുന്ന രീതിയിൽ ഹൈക്കോടതി ഒരു ഡിസിഷൻ എടുക്കുന്നു. അങ്ങനെയാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇയാളെ വെറുതെ വിട്ടു എന്നാണോ? അതെന്തൊരു ലോജിക്കാണ്? അത് പറഞ്ഞു യു ആർ ആൻറ്റിസിപ്പേറ്റിംഗ് ഇയാളുടെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് എന്ന് പറഞ്ഞ സാധനം എന്തിനാണ്? ഇയാൾ പലപ്പോഴും എവിഡൻസ് ടാമ്പർ ചെയ്യാൻ സാധ്യതയുണ്ട്, ഈ പറയുന്ന സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, പവർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. ഇവിടെ
ഈ പറയുന്ന കൺസെൻഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ പീരീഡിൽ നിന്ന് മാറി ആ നേച്ചർ മാറി. വേണേൽ ഞാനത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, എനിക്ക് ഇച്ചിരി സമയം തന്നാൽ മതി. ഇവിടുത്തെ പ്രശ്നം എന്താ, ഒരു പെൺകുട്ടി ഇയാളുമായി ബന്ധം ഉണ്ടാകുന്നു. ആ ബന്ധം കൺസെൻഷ്യൽ റിലേഷൻഷിപ്പിൽ തന്നെ, എന്ന് വെച്ചാൽ രണ്ടുപേർക്കും താല്പര്യത്തിൽ തന്നെ വിവാഹം കഴിക്കും എന്നൊക്കെയുള്ള ധാരണയിൽ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വിവാഹം ഇവർ കഴിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ബന്ധം ഉണ്ടാകുന്നു. ഈ ബന്ധത്തിൻ്റെ നേച്ചർ ആൻഡ് ക്യാരക്ടർ ഒരു പോയിന്റിൽ മാറി എന്ന് ആ കുട്ടി പറയുന്നു. ആ കുട്ടിയാണ് പറയുന്നത്. കാര്യം ഇവരുടെ ഫോട്ടോഗ്രാഫ്സ്, പ്രൈവറ്റ് ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്, അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ആ ബ്ലാക്ക് മെയിൽ ചെയ്ത് ആണ് പിന്നെ അവരുമായി ഇടപെട്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഈ പറയുന്ന കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് റേപ്പിൻ്റെ നേച്ചറിലേക്ക് വന്നു. കാരണം എന്താ, അവരുടെ കൺസെൻറ്റ് അതിനകത്തില്ല. അവർ വിൽഫുള്ളി അല്ല ഈ പോയിരിക്കുന്നത്, അവർ കൺസെൻറ്റ് വിഡ്രോ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. കാര്യം ഇവരുടെ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ട് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യും അല്ലെങ്കിൽ ഇത് പുറത്ത് വിടും എന്ന് പറഞ്ഞാണ് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നെങ്കിൽ, സെക്ഷൽ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നെങ്കിൽ അതിനെ റേപ്പായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒറിജിനലി ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അതിൻ്റെ നേച്ചർ ആൻഡ് ക്യാരക്ടർ ഒരു പോയിന്റിൽ മാറി. ഇത്രയും കാര്യങ്ങൾ ചിത്രം വരുന്നത്, അതിലൂടെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നത്, ഇതൊക്കെ വരുന്നത് നോക്കൂ. ഞാൻ പറയട്ടെ, എനിക്കറിയാമല്ലോ, ഞാൻ പറയാം. ഈ പറയുന്ന ഞാൻ റേപ്പിനെ കുറിച്ച് ആദ്യം സംസാരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ ഒഫൻസ് ഇട്ടിരിക്കുന്ന റേപ്പാണ്. ആ റേപ്പിൽ ആ കുട്ടി തന്നെ പറയുന്നു റേപ്പിലേക്ക് വരുന്നു. ഇതുമായി ചേർത്ത് വെച്ച് വായിക്കേണ്ട കാര്യമാണ് ഈ പറയുന്ന അബോർഷൻ, ഫോഴ്സ്ഫുൾ അബോർഷൻ. ഫോഴ്സ്ഫുൾ അബോർഷൻ എന്ന് പറയുന്ന കാര്യം തന്നെ ഒരു സെപ്പറേറ്റ് ഒഫൻസാണ്. ആ സെപ്പറേറ്റ് ഒഫൻസ് അയാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പ്രാഥമികമായി ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. അതിനെതിരെയുള്ള മെഡിക്കൽ എവിഡൻസ് ക്ലിയർ ആയിട്ടുണ്ട്. ആ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പം കോടതി പറയുന്ന കാര്യം അതാണ്. ആ കാര്യത്തിൽ ഒരു കുഴപ്പമുണ്ട്. റേപ്പ് എന്ന് പറയുന്ന സാധനം സബ്സ്റ്റാൻഷ്യലി പെട്ടെന്ന് വന്നിട്ടില്ല. ആ കാര്യം എന്താ, അത് പെട്ടെന്ന് വരാൻ പറ്റുന്ന കാര്യമല്ല. അത് എവിഡൻസിൽ മൊഴി കൊടുത്ത് ക്രോസ് എക്സാമിനേഷൻ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, നോക്കൂ, രാഹുൽ മാങ്കൂട്ടം ഇതിൻ്റെ പ്രൈവറ്റ് ഫോട്ടോഗ്രാഫ്സ് കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് കണ്ടെത്തുക? എന്നെ കേൾക്കുന്ന ആളെ ആലോചിച്ചാൽ മതി. അത് അയാളുടെ ഫോൺ നമുക്ക് കിട്ടണം. അതൊരു മെറ്റീരിയൽ ഒബ്ജക്റ്റാണ്, അതിനെ റിക്കവർ ചെയ്യണം. അതുവഴി ദിലീപിൻ്റെ ഫോണിൻ്റെ കാര്യം പറയുന്നവരാണ്. ഈ പറയുന്ന റിക്കവർ ചെയ്തിട്ട് ഇതിനകത്ത് ഫോട്ടോഗ്രാഫ്സ് ഉണ്ടോ, ഉണ്ടായിരുന്നെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ, ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്തെടുക്കാൻ, റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴാണ് ഈ പെൺകുട്ടിയുടെ മൊഴിക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇത് ചേർന്ന് ഒരു ചെയിൻ ആക്കി ആ ലിങ്ക് കംപ്ലീറ്റ് ആകുന്ന പോയിന്റിൽ മാത്രമേ നമുക്കിത് പറയാൻ പറ്റൂ. അപ്പം അത്രയും സാധനം നമുക്ക് ചെയ്യാൻ ഈ പറഞ്ഞൊരു MLA ആയിട്ട് ഒരാൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടിയെ സ്വാധീനിക്കുമെന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്നൊരു കാര്യമല്ല. അപ്പം കോടതി ഇയാളിപ്പം വെളിയിൽ നിന്നാലും ഈ ഇൻവെസ്റ്റിഗേഷൻ ക്ലിയർ ആയിട്ട് നടക്കുമോ, വെളിയിൽ നിന്നാലും എവിഡൻസ് എടുക്കുന്ന റിക്കവറിങ് എവിഡൻസ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നടക്കുമോ എന്നുള്ള കാര്യം മാത്രമേ അതിനകത്ത് നോക്കുന്നുള്ളൂ. അതേ സ്ഥാനത്ത് മുന്നോട്ട് പോകുമ്പം ഈ പറയുന്ന രീതിയിൽ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം ഇപ്പൊ തന്നെ നമ്മുടെ മുമ്പിലുള്ളത് ഈ അതിജീവിതയെ സഹായിക്കുന്ന ആളുകളെ പോലും റിനിയുടെ കാര്യത്തിലാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന പരാതി ഉണ്ടല്ലോ, ഇന്നലെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്, വീട്ടിൽ ആളുകൾ പോയി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്, വീട് കയറി കൊലപ്പെടുത്തുമെന്ന് പറയുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ത്രെട്ടനിങ് ഉണ്ട്, ഈ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. നോക്കൂ, ഇതിനകത്ത് നോക്കൂ, അയാൾ പബ്ലിക് അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാളാണ്. അയാളിപ്പോൾ അബ്സ്കൗണ്ടിങ് ആണ്. ഞാൻ പറഞ്ഞത് കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. അയാൾ അബ്സ്കൗണ്ടിങ് ആണ്. അബ്സ്കൗണ്ടിങ് ആയിരിക്കുമ്പോഴും കുറേ ആൾക്കാർ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് മനസ്സിലാക്കുന്നത്. ആ കാര്യം നോക്കൂ, അയാൾ എന്ന് പറയുന്ന ആളുടെ പ്രസൻസ് പുറത്തു വന്നു കഴിഞ്ഞാൽ എങ്ങനെ, അകത്ത് നിന്നാൽ എങ്ങനെ എന്നുള്ളതാണ് കോടതി നോക്കുക. ഈ പറയുന്ന ഇപ്പം ഇയാൾ ഇവിടെ ചെയ്യുന്നതിനകത്ത് ഇയാൾ ഇടപെട്ടിട്ടുണ്ടോ, ആ ചെയിൻ ഓഫ് ലിങ്കും നമ്മൾ പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം ഒരാൾ ത്രട്ടൺ ചെയ്തിരിക്കുന്നു, ഇന്ന് ആ പെൺകുട്ടിയുടെ മൊഴി എടുക്കുന്നു, ഈ പറയുന്ന ആൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോ അയാളുടെ നെറ്റ്വർക്കിനകത്തൊരു കോൾ കിട്ടിയിട്ടുണ്ടോ, ഇതൊക്കെ അയാൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള റെലവൻറ്റ് ഫാക്റ്റുകളായി എവിഡൻറ്ററി സ്റ്റേജിൽ വരുന്ന കാര്യമാണ്. അതും പ്രശ്നമാണ്. ഇതൊക്കെ റിക്കവർ ചെയ്തെടുക്കണം. അതാ പറഞ്ഞ് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. നിങ്ങൾ ചുമ്മാ ചാടിക്കയറി ഇത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തു അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തില്ല അല്ലെങ്കിൽ അറസ്റ്റ് തടഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട്
ഒരാൾ ഒഫൻസ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് നടത്തിയിട്ടൊന്നും ഒരു കാര്യം എന്നാണ് എനിക്ക് ശരി തോന്നുന്നത്. അഡ്വക്കേറ്റ് ലാൽകുമാർ.